അപ്പം നമ്മൾ ഇതുവരെ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത് എന്താണ്? അഡീഷനും സബ്സ്ട്രാക്ഷനുമാണ്. അതുപോലെ തന്നെ അടുത്ത് നമ്മൾ എന്താണ് പ്രോഡക്റ്റ് ആണ് നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പ്രോഡക്റ്റ് ടു മെട്രിക്സ് പറഞ്ഞിട്ടുണ്ട്. എന്തായിരിക്കും നമുക്ക് അതുപോലെ തന്നെ എന്ത് കിട്ടും? ഒരു മെട്രിക്സ് ആയിട്ട് കിട്ടും. പ്രോഡക്റ്റ് ടു നമ്പേഴ്സ് എന്ന് പറയുന്ന നമ്പറാണ്. പ്രോഡക്റ്റ് ടു മെട്രിക്സ് ഒരു മെട്രിക്സ് ആണ്. എന്താണ്? പക്ഷെ വെക്ടറുടെ കേസിൽ അതുപോലല്ല. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ടു വെക്ടേഴ്സ് ഈസ് ഓൾസോ ഡിഫൈൻഡ് ഇൻ ടു വേസ്. എന്തായിരിക്കും? സ്കെയിലാർ അല്ലെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയും. റിസൾട്ട് കിട്ടുന്ന സ്കെയിലാർ ആയിരിക്കും, വെക്ടർ അല്ല. രണ്ട് വെക്ടറിനെ ഡോട്ട് പ്രോഡക്റ്റ് അല്ലെ സ്കെയിലാർ പ്രോഡക്റ്റ് എടുത്താൽ റിസൾട്ട് കിട്ടുന്നത് എന്തായിരിക്കും? സ്കെയിലാർ ആയിരിക്കും. വെക്ടർ ഓർ ക്രോസ് പ്രോഡക്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? വെക്ടർ ആയിരിക്കും. രണ്ട് വെക്ടർ എടുത്തു, പ്രോഡക്റ്റ് എടുത്തു, റിസൾട്ടിന് എന്ത് കിട്ടും? വെക്ടർ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റിയാണ് എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമാണ്. ഒരു സ്കെയിലാർ പ്രോഡക്റ്റ് എന്താണെന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അതിനെ പറ്റി ഒരു ഐഡിയ കിട്ടും. ഫസ്റ്റ് കേസ് സ്കെയിലാർ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ്. കാരണം എന്തുകൊണ്ടായിരിക്കും? റിസൾട്ടന്റ് എന്തായിരിക്കും? റിസൾട്ടന്റ് കിട്ടുന്നത് എന്തായിരിക്കും? സ്കെയിലാർ ആയിരിക്കും കിട്ടുന്നത്. അതായത് നിങ്ങൾ രണ്ട് വെക്ടറിന്റെ പ്രോഡക്റ്റ് എടുത്താൽ അതിന്റെ കിട്ടുന്ന റിസൾട്ടന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്കെയിലാർ ആയിരിക്കും. ഓക്കെ, എക്സാമ്പിൾ എന്ന് പറയുന്നത് വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫോഴ്സ് ഡോട്ട് എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. കാരണം വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെന്റ്. അപ്പം വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെന്റ്. കാരണം ഫോഴ്സ് വെക്ടർ ആണ്, ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണ്. പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്കെയിലർ ആയിരിക്കും. കാരണം വർക്ക് നമ്മൾ ഇന്ന ഡയറക്ഷനിൽ ചെയ്തു എന്നുള്ളതില്ല, നമ്മൾ വർക്ക് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഫോഴ്സ് ആണെങ്കിൽ ഫോഴ്സിന് എന്ത് കാണും? ഫോഴ്സിനാണെങ്കിൽ ഡയറക്ഷൻ കാണും. അതായത് കാര്യത്തിലുള്ള സ്കെയിലാർ പ്രോഡക്റ്റ് ടു നോൺ സീറോ വെക്ടേഴ്സ് എ ആൻഡ് ബി, എയും ബിയും തന്നിട്ടുണ്ട്. ഒരു വെക്ടർ എയും വെക്ടർ ബിയും തന്നിട്ടുണ്ടെങ്കിൽ എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഡെഫിനിഷൻ? മോഡ് എ ടൈംസ് മോഡ് ബി ടൈംസ് കോസ് തീറ്റ. അതായത് മോഡ് എ ടൈംസ് മോഡ് ബി കോസ് തീറ്റ. കാരണം മോഡ് ബി കോസ് തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് ബി ആണെങ്കിൽ ഓക്കെ, ഇങ്ങനെ ട്രയാങ്കിള് നിങ്ങൾ എ ബി സി കൺസിഡർ ചെയ്താൽ എന്തായിരിക്കും? കോസ് തീറ്റ. കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ മോഡ് ബി ആയിരിക്കും. സോ മോഡ് ബി കോസ് തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? ബിക്ക് എയ്ക്കുള്ള കമ്പോണന്റ് ആണ്. ശ്രദ്ധിക്കണം, എന്താണ്? ബി എന്ന് പറയുന്ന വെക്ടറിന് എ എന്ന് പറയുന്ന ഡയറക്ഷനിലുള്ള കമ്പോണന്റ് ആണ്. കാരണം ബിയുടെ എയ്ക്ക് ഉള്ള എഫക്റ്റ് ആണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്? കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എ ഡോട്ട് ബിക്ക് മോഡ് എ ടൈംസ് മോഡ് ബി കോസ് തീറ്റ എന്ന് പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ്? കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എ ബി ബൈ മോഡ് ബി എന്ന് വരും. ഓക്കെ, അപ്പൊ എ ബി എന്ന് പറയുന്നത് എത്ര കിട്ടും? മോഡ് ബി കോസ് തീറ്റ. അപ്പൊ ഈ മോഡ് ബി കോസ് തീറ്റ എന്ന് പറയുന്നത് എത്രയാണ്? ഈ എ ബി എന്ന് പറയുന്നതാണ്. അപ്പം രണ്ടിടത്തിനിടയ്ക്കുള്ള ആംഗിൾ തീറ്റ ആണെങ്കിൽ എന്തായിരിക്കും? തീറ്റയുടെ വാല്യൂ 0ക്കും പൈക്കും ഇടയിലാണെങ്കിൽ എ ഡോട്ട് ബി മോഡ് ബി കോസ് തീറ്റയാണ്. എ സീറോ അല്ലെ ബി സീറോ തീറ്റ ഡിഫൈൻഡ് അല്ല. അവിടെ എ ഡോട്ട് ബി എത്രയായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ എ ഡോട്ട് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? റിയൽ വാല്യൂ ആയിരിക്കും. നോൺ സീറോ വെക്ടർ എ ഡോട്ട് ബി സീറോ ഇഫ് ആൻഡ് ഓൺലി എഫ് എയും ബിയും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? തീറ്റ 90 പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ തീറ്റയുടെ വാല്യൂ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. തീറ്റയുടെ വാല്യൂ 90 ആണ്. കോസ് 90 എന്ന് പറയുന്നത് എത്ര കിട്ടും? 0 കിട്ടും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എ ഡോട്ട് ബി മോഡ് ബി കോസ് 90 എന്ന് കിട്ടും. കോസ് 90യുടെ വാല്യൂ എത്ര കിട്ടും? 0 കിട്ടും. We are two non-zero vectors a dot b 0 if and only if a and b are perpendicular to each other. തീറ്റയുടെ വാല്യൂ 0 ആണെങ്കിൽ എ ഡോട്ട് ബി മോഡ് എ ടൈംസ് മോഡ് ബി. എന്തുകൊണ്ടാണ്? കോസ് 0 എന്ന് പറയുന്നത് എത്രയാണ്? എന്തുകൊണ്ടാണ് ഇത് വരുന്നത്? കോസ് 0യുടെ വാല്യൂ എത്ര കിട്ടും? 1 കിട്ടും. എ ഡോട്ട് എന്ന് പറഞ്ഞാൽ മോഡ് എ സ്ക്വയർ ആണ്. ഓക്കെ, എന്തുകൊണ്ടാണ്? തീറ്റയുടെ വാല്യൂ ഇവിടെ എത്രയാണ്? 0 ആണ്. തീറ്റയുടെ വാല്യൂ പൈ ആണെങ്കിൽ എ ഡോട്ട് ബി മോഡ് എ ടൈംസ് മോഡ് ബി ടൈംസ് -1 ആണ്. എന്തുകൊണ്ടാണ്? കോസ് പൈയുടെ വാല്യൂ എത്രയാണ്? -1. എ ഡോട്ട് ബി മൈനസ് എ ഡോട്ട് ബി ആണെങ്കിൽ തീറ്റയുടെ വാല്യൂ പൈ. റിവേഴ്സ് കാൽക്കുലേഷൻ. ഓക്കെ, കാരണം തീറ്റയുടെ വാല്യൂ പൈ ആണ്. എ ഡോട്ട് ബി മൈനസ് എ ടൈംസ് മൈനസ് ഓഫ് അബ്സല്യൂട്ട് വാല്യൂ ടൈംസ് അബ്സല്യൂട്ട് വാല്യൂ ബി. സിമിലർലി എ ഡോട്ട് ബി മൈനസ് ഓഫ് അബ്സല്യൂട്ട് വാല്യൂ ടൈംസ് അബ്സല്യൂട്ട് വാല്യൂ ബി ആണെങ്കിൽ തീറ്റയുടെ വാല്യൂ പൈ ആയിരിക്കും.
മ്യൂച്വലി പെർപെൻഡിക്കുലർ യൂണിറ്റ് വെക്ടറിന്റെ പ്രോഡക്റ്റ് എത്രയായിരിക്കും? 0 ആയിരിക്കും. കാരണം അതുകൊണ്ടാണ് ഐ ഡോട്ട് ഐ തീറ്റ 1 ആണ്, ജെ ഡോട്ട് ജെ കെ ഡോട്ട് കെ 1. എന്തുകൊണ്ടാണ്? ഈ കേസിലെല്ലാം തീറ്റയുടെ വാല്യൂ എത്രയാണ്? ഈ ഒരു കേസിലെല്ലാം തീറ്റയുടെ വാല്യൂ 0 ആണ്. ഈ ഒരു കേസിലെല്ലാം തീറ്റയുടെ വാല്യൂ എത്രയാണ്? π/2 ആണ്. ഐ ഡോട്ട് ജെ, ജെ ഡോട്ട് കെ, കെ ഡോട്ട് ഐ ഇതിന്റെ എല്ലാം വാല്യൂ എത്രയാണ് നോക്കുക. ഐ ഡോട്ട് ജെ, ജെ ഡോട്ട് കെ, കെ ഡോട്ട് ഐ ഇതിന്റെ എല്ലാം വാല്യൂ എത്രയാണ്? 0 ആണ്. ഇവിടെ തീറ്റയുടെ വാല്യൂ എത്രയാണ്? π/2 ആണ്. ആംഗിൾ ബിറ്റ്വീൻ ടു നോൺ സീറോ വെക്ടേഴ്സ് എ ആൻഡ് ബി തന്നിട്ടുണ്ട്. ഇതൊരു വെക്ടർ എ ആണ്, ഇതൊരു വെക്ടർ ബി ആണ്, അതിനിടയ്ക്കുള്ള ആംഗിൾ ഇതൊരു വെക്ടർ എ ആണ്, ഇതൊരു വെക്ടർ ബി ആണ്, അതിനിടയ്ക്കുള്ള ആംഗിൾ എത്രയാണ്? തീറ്റയാണ്. എ ഡോട്ട് ബി മോഡ് എ ടൈംസ് മോഡ് ബി ടൈംസ് കോസ് തീറ്റ. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ കോസ് തീറ്റയ്ക്ക് നമുക്ക് എന്തെന്ന് എഴുതാം? കോസ് തീറ്റ ഈക്വൽ ടു എ ഡോട്ട് ബി ബൈ മോഡ് എ ടൈംസ് മോഡ് ബി. തീറ്റയുടെ വാല്യൂ കോസ് ഇൻവേഴ്സ് എ ഡോട്ട് ബി ബൈ മോഡ് എ ടൈംസ് മോഡ് ബി. അതായത് ഈ ഒരു ഇക്വേഷനെ മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? രണ്ട് വെക്ടർ തന്നിട്ടുണ്ടെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? അതിനിടയ്ക്കുള്ള ആംഗിൾ കണ്ടുപിടിക്കാം. സ്കെയിലാർ പ്രൊഡക്റ്റ് കമ്മ്യൂട്ടേറ്റ്, അതായത് എ ഡോട്ട് ബി എന്ന് പറയുന്ന വാല്യൂ എത്രയായിരിക്കും? എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? എ ഡോട്ട് ബി എന്ന് പറയുന്നത് എത്രയായിരിക്കും? ബി ഡോട്ട് എ. ഓക്കെ, അങ്ങനെയാണ് ആംഗിൾ കണ്ടുപിടിക്കുന്നത്. അടുത്തത് ഡിസ്ട്രിബ്യൂട്ടീവ് ഓഫ് എ സ്കെയിലാർ പ്രോഡക്റ്റ്. എന്താണ് ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ഓഫ് സ്കെയിലാർ പ്രോഡക്റ്റ് ഓവർ അഡീഷൻ? എന്താണ്? എ ഡോട്ട് ബി പ്ലസ് സി എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് സി. ശ്രദ്ധിക്കുക, എന്താണ് എ ഡോട്ട് ബി പ്ലസ് സി എന്ന് പറയുന്നത് എത്രയാണ്? എ ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് സി. എന്താണ് എ ഡോട്ട് ബി പ്ലസ് സി? എ ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് സി. അടുത്ത പ്രോപ്പർട്ടി 2, ലെറ്റ് എ ആൻഡ് ബി ബി എനി ടു വെക്ടേഴ്സ് 1 ബി എനി സ്കെയിലാർ. അടുത്ത എന്തെഴുതാം? ലാംഡ എ ടൈംസ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ലാംഡ എ ടൈം ഡോട്ട് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ലാംഡ എ ഡോട്ട് ബി എന്ന് പറയുന്നത് ലാംഡ വെളിയിൽ എടുക്കാം. ലാംഡ ടൈംസ് എ ഡോട്ട് ബി എന്ന് എഴുതാം. വേണമെങ്കിൽ ആ ലാംഡയെ ബിയുടെ കൂട്ടത്തിൽ കൊടുക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു എ ഡോട്ട് ലാംഡ ബി എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. ശ്രദ്ധിക്കുന്നതാണ് എയും ബിയും എനി ടു വെക്ടേഴ്സ് 1 എനി സ്കെയിലാർ അല്ലെങ്കിൽ ലാംഡ. ലാംഡ എ ഡോട്ട് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ലാംഡ എ ഡോട്ട് ബി ലാംഡ വെളിയിലെടുക്കുക. ലാംഡ ടൈംസ് എ ഡോട്ട് ബി അല്ലെ എ ഡോട്ട് ലാംഡ ബി എന്ന് നമുക്ക് എന്ത് ചെയ്യാം? പ്രൂവ് ചെയ്യാം. ഓക്കെ, ഇതാണ് അടുത്ത പ്രോപ്പർട്ടി. അടുത്ത് ശ്രദ്ധിക്കണം. ഇനി രണ്ട് വെക്ടറിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എങ്ങനെയാണ് എടുക്കുന്നത്? എ ആൻഡ് ബി ബി എനി ടു വെക്ടർ എ ആൻഡ് ബി ബി എനി ഗിവൺ കമ്പോണന്റ് വെക്ടേഴ്സ്. ഇതാണ് എ, ഇതാണ് ബി. എ ഡോട്ട് ബി എന്ന് പറയുന്നത് എത്ര കിട്ടും? ആദ്യത്തെ വെക്ടർ ഡോട്ട് രണ്ടാമത്തെ വെക്ടർ. ഇവിടെ 9 ടേം വരും. ഇവിടെ 3 ടേം ഉണ്ട്, ഇവിടെ 3 ടേം ഉണ്ട്. ടോട്ടൽ എത്ര വരും? 9 ടേം വരും. എങ്ങനെയായിരിക്കും? ഓരോ ടേമിന് ഇൻഡിവിജ്വലി മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഇതും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. ഫസ്റ്റ് ടേമും തേർഡ് ടേമും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ എത്ര? 9 അല്ല, 6 ടേം. അവിടെ തന്നെ നമുക്ക് എത്ര ടേമായി? 3 ടേമായി. അതുപോലെ തന്നെ അടുത്ത സെറ്റ് നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഓരോന്നിനും 3 ടേം വെച്ച് വരും. അപ്പോൾ കറക്റ്റാണ്. 9 ടേം വരും. ഫസ്റ്റ് ടേമിന് 3 എലമെന്റ് വരും. ഇതുപോലെ സെക്കൻഡ് ടേമിന് ഫസ്റ്റ് വാല്യൂ, സെക്കൻഡ് വാല്യൂ, തേർഡ് വാല്യൂ, തേർഡ് ടേം ഫസ്റ്റ് വാല്യൂ, സെക്കൻഡ് വാല്യൂ, തേർഡ് ടേം വാല്യൂ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അതുകൊണ്ടാണ് ഈ കാണുന്ന A1i ടൈംസ് എത്രയായിരിക്കും? B1i പ്ലസ് B2j പ്ലസ് B3k എന്ന് എഴുതും. ഓക്കെ, അടുത്ത എന്താണ്? രണ്ടാമത്തെ A2j ടൈംസ് എൻഡയർ വെക്ടർ B പ്ലസ് A3k ടൈംസ് എൻഡയർ വെക്ടർ B. അടുത്ത് ശ്രദ്ധിച്ചോണം, ഇവിടെ നമുക്ക് എന്ത് എഴുതാം? A1 ടൈംസ് B1. ഐ ഡോട്ട് ഐ ലീവ് ചെയ്യും. ഇവിടെ നമുക്ക് ലീവ് ചെയ്യുന്നത് ഇത്രയും ടൈമുള്ളൂ. ഐ ഡോട്ട് ഐ, ജെ ഡോട്ട് ജെ, കെ ഡോട്ട് കെ. കാരണം ബാക്കിയുള്ള എല്ലാ ടൈമിന്റെയും വാല്യൂ എത്രയായിരിക്കും? ക്യാൻസൽ ആയി പോകും. എന്തുകൊണ്ടാണ്? ഇതിന്റെ വാല്യൂ 0 ആണ്, ഇതിന്റെ വാല്യൂ 0 ആണ്, ഇത് 0. ഓക്കെ, അതല്ല. ഓക്കെ, ഇതിന്റെ വാല്യൂ 0 ആണ്, ഇതിന്റെ വാല്യൂ 0 ആണ്, ഇതിന്റെ വാല്യൂ 0 ആണ്, ഇതിന്റെ വാല്യൂ 0 ആണ്. അപ്പൊ നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നത് ഐ ഡോട്ട് ഐ, ജെ ഡോട്ട് ജെ, കെ ഡോട്ട് കെ മാത്രമേ ഉള്ളൂ. കറസ്പോണ്ടിങ് A1 B1, A2 B2, A3 B3. അപ്പം ഒരു വെക്ടർ എയും ഒരു വെക്ടർ ബിയും തന്നിട്ടുണ്ടെങ്കിൽ എ ഡോട്ട് ബി എടുക്കാൻ A1 B1 പ്ലസ് A2 B2 പ്ലസ് A3 B3 എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് കിട്ടും? എ ഡോട്ട് ബി എന്ന് പറയുന്നത് എന്ത് കിട്ടും? വെക്ടർ കിട്ടും. പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ ഓൺ എ ലൈൻ. എന്താണ് പ്രൊജക്ഷൻ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്?
Suppose a vector AB make an angle theta with the given directed line in the anti-clockwise direction. ശ്രദ്ധിക്കുക, ഇതാണ് നമ്മുടെ given directed line. ഈ ഒരു വെക്ടർ anti-clockwise direction, ക്ലോക്കിന് ഓപ്പോസിറ്റ്. Then the projection of AB on L is a vector P, say magnitude എത്രയാണ്, AB cos theta. ആ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, P എന്ന് പറയുന്ന ഇതാണ് AC എന്ന് പറയുന്നതാണ്. കാരണം അവിടെ P കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്, വെക്ടർ AC എന്നുള്ളതാണ് പ്രൊജക്ഷൻ. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് AB cos theta നമ്മൾ നേരത്തെ പറഞ്ഞാണ് എന്തായിരിക്കും, cos theta എന്ന് പറയുന്നത് എത്രയായിരിക്കും, AC by AB ആയിരിക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്തെന്ന് എഴുതാം, AC is equal to എത്ര എഴുതാം, AB cos theta. മാഗ്നിറ്റ്യൂഡ് ആയിട്ട് എഴുതുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മാഗ്നിറ്റ്യൂഡ് ഓഫ് AC എന്ന് പറയുന്നത് എത്ര കിട്ടും, മാഗ്നിറ്റ്യൂഡ് ഓഫ് AB ടൈംസ് cos theta. cos theta മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കും. The direction of P being same or opposite to that of L depending upon whether the cos theta is positive or negative. അതായത് ഈ തീറ്റയുടെ വാല്യൂ ലെസ് ദാൻ 90 ആണെങ്കിൽ രണ്ടും ഒരേ ഡയറക്ഷനിലായിരിക്കും, ഗ്രേറ്റർ ദാൻ 90 ആണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഈ ഒരു കേസ് നോക്കുക, ഗ്രേറ്റർ ദാൻ 90 ആണ്. ആ പ്രൊജക്ഷൻ എന്ന് പറയുന്ന കമ്പോണന്റ് എത്രയായിരിക്കും, ഇതാണ് P എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അവിടെ P ആ പ്രൊജക്ഷൻ എന്ന് പറയുന്ന എല്ലിന്റെ എന്തായിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു വെക്ടറിന്റെ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എത്ര കിട്ടും, AB cos theta എടുത്ത് നെഗറ്റീവ് വാല്യൂ കിട്ടും, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിന് തേർഡ് ക്വാഡ്രന്റ് ആണെന്ന് വിചാരിച്ചോ, 180ക്കും 370ക്കും ഇടയ്ക്കാണെങ്കിലും പ്രൊജക്ഷൻ ഇതുപോലെ തന്നെ. ഓക്കെ, AB cos theta എന്നെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആ തീറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കുക, നമുക്ക് ഈ ഒരു കമ്പോണന്റ് ആയിരിക്കും പ്രൊജക്ഷൻ ആയിട്ട് കിട്ടുന്നത്. ഈ 270ക്കും 360ക്കും ഇടയ്ക്കാണെങ്കിൽ ഇത്രയാണ് ആംഗിൾ വരുന്നതെങ്കിൽ ഈ ഒരു കമ്പോണന്റ് അവിടെ എന്തായാലും കോസ് പോസിറ്റീവ് ആണ്. കോസ് പോസിറ്റീവ് ആയതുകൊണ്ടാണ് ഇവിടെ നമുക്ക് എന്ത് കിട്ടിയത്, കാരണം ഈ ഒരു ക്വാഡ്രന്റിൽ എന്താണ്, cos theta less than 0. ഈ ഒരു ക്വാഡ്രന്റിൽ എന്താണ്, cos theta greater than 0. അതുപോലെ ഇവിടെ എന്താണ്, cos theta less than 0 സെക്കൻഡ് ക്വാഡ്രന്റിൽ. കാരണം ഇത് എന്താണ്, സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്, തേർഡ് ക്വാഡ്രന്റ് ആണ്, ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. ഇനി നമ്മൾ പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എന്ന് പറയും. ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് P സിംപ്ലി കോൾഡ് പ്രൊജക്ഷൻ ഓഫ് ദി വെക്ടർ ഓൺ ദി ഡയറക്റ്റഡ് ലൈൻ. ഫോളോയിങ് ഫിഗർ എന്തായിരിക്കും, പ്രൊജക്ഷൻ ഓഫ് വെക്ടർ AB along എന്ന് പറയുന്നത് എന്താണ്, വെക്ടർ AC. ഏതാണ്, AB cos theta ആണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്, പ്രൊജക്ഷൻ എന്നുണ്ട്. അതായത് AB cos theta എന്ന് പറയുന്നതാണ് പ്രൊജക്ഷൻ ഓഫ് വെക്ടർ AB along L എന്ന് പറയുന്നത്. ഈസ് കോൾഡ് പ്രൊജക്ഷൻ ഓഫ് വെക്ടർ ആൻഡ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് P എന്ന് നമ്മൾ പറയുന്നത്. അടുത്തത്, if P is a unit vector along L then the projection of vector A എന്ന് പറയുന്നത് എന്തായിരിക്കും, A dot P cap എന്ന് പറയും. കാരണം യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ നമ്മൾ P cap എന്ന് പറയും. ഓക്കെ അല്ലേ? P is a unit vector along line then the projection of A എന്ന് പറയുന്നത് എന്തായിരിക്കും, P cap. Okay. P is a unit vector along the line L then the projection of vector A on the line L, A dot P cap. എന്തുകൊണ്ടാണ്, A dot B എന്ന് പറയുന്ന വാല്യൂ ആണ് നമ്മുടെ ഏത്, ഈ B cos theta എന്ന് പറഞ്ഞ് പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ്, പ്രൊജക്ഷന്റെ വാല്യൂ എത്രയാണ് നോക്കണം. നമ്മൾ പറഞ്ഞ പ്രൊജക്ഷന്റെ വാല്യൂ AB cos theta എന്നുള്ളതാണ്. ഇനി നമുക്ക് എങ്ങനെ AB cos theta ഒപ്പിക്കാൻ നോക്കുക. ഓക്കെ, അപ്പൊ നമുക്കറിയാം പ്രൊജക്ഷൻ ആയിട്ട് കിട്ടുന്ന എത്രയാണ്, AB cos theta. പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്, AB cos theta. AB cos theta എന്ന് പറയുന്നത് എത്രയാണ്, A ടൈംസ് എങ്ങനെ cos theta കിട്ടും, A dot B mod A ടൈംസ് mod B. ഓക്കെ, ഇതാണ് കാരണം. ശ്രദ്ധിക്കുക, പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ AB along എന്ന് പറയുന്നത് എത്രയാണ്, mod AB cos theta ആണ്. mod AB എന്ന് പറയുന്നത് എത്രയാണ്, mod A ആണ്. cos theta A dot B. ശ്രദ്ധിച്ചാണ് എന്താണ്, A dot B by എത്രയാണ്, mod A ടൈംസ് mod B ആണ്. അതിനുള്ളിൽ ഏത് ക്യാൻസൽ ചെയ്ത് കളയാം, mod A by mod A ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, അതുകൊണ്ടാണ് A dot P cap എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്, A dot B വെക്ടർ B by mod B എന്ന് പറയുന്നത് എത്ര കിട്ടും,
വെക്ടർ ബി ബൈ മോഡ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടും? നമുക്ക് പി ക്യാപ് കിട്ടും. ഓക്കെ, അതുകൊണ്ടാണ് ഇഫ് പി ഇസ് ദ യൂണിറ്റ് വെക്ടർ അലോങ് എൽ ദെൻ ദ പ്രൊജക്ഷൻ ഓഫ് വെക്ടർ ബി ഓൺ ദ ലൈൻ എൽ എന്ന് പറയുന്നത് എത്രയായിരിക്കും? എ ഡോട്ട് പി. ഓക്കെ, നമ്മൾ ആദ്യം കണ്ട ഈ ഒരു ഡയഗ്രത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊജക്ഷൻ എന്നുള്ളൊരു ഐഡിയ പറയുന്നത്. ഇത് ജസ്റ്റ് നോക്കുക. ഇതിനുള്ളിൽ എ ബി കോസ് തീറ്റ എന്ന് പറയുന്നതാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അതിന് പകരം നമുക്ക് ചെയ്യാം എ ബി എന്ന് പറയുന്നത് മോഡ് എ ആണ്. മോഡ് എ ബി എന്ന് പറഞ്ഞാൽ മോഡ് എ ആണ്. കോസ് തീറ്റയ്ക്ക് മോഡ് എ ഡോട്ട് ബി ബൈ മോഡ് എ മോഡ് ബി ചെയ്താൽ മോഡ് എ മോഡ് കൂടെ കട്ട് ചെയ്യും. എ ഡോട്ട് ബി വെക്ടർ ബി ബൈ മോഡ് ബി എന്ന് വരും. അടുത്ത നമുക്കറിയാം എന്താണ് ബി ക്യാപ് എന്ന് പറയുന്നത് എത്ര കിട്ടും? വെക്ടർ ബി ബൈ മോഡ് ബി. അതുകൊണ്ടാണ് ഇഫ് പി ഈസ് എ യൂണിറ്റ് വെക്ടർ അലോങ് ദ ലൈൻ എൽ ദെൻ ദ പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ഓൺ ദ ലൈൻ എൽ എന്ന് പറയുന്നത് എത്രയായിരിക്കും? എ ഡോട്ട് എത്രയായിരിക്കും? പി ക്യാപ്. അതായത് എ അലോങ് ബി എന്ന് പറയുന്നത് എത്രയായിരിക്കും? എ കോസ് തീറ്റ എന്നുള്ളതാണ്. എ കോസ് തീറ്റയ്ക്ക് വരും എ ഡോട്ട് പി ക്യാപ്. കാരണം എന്താണ് എ ഡോട്ട് ബി ക്യാപ് എന്ന് എഴുതാം. ഓക്കെ, സോ അപ്പൊ നമുക്ക് എന്ത് എഴുതാം? പ്രൊജക്ഷൻ ഓഫ് a vector A on another vector B എന്ന് പറയുന്നത് എത്രയായിരിക്കും? A dot B എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ A dot B cap എന്ന് പറയാം. A dot B അല്ല, A dot B cap. എന്തുകൊണ്ടാണ്? പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ ഓൺ അനദർ വെക്ടർ B എന്ന് പറയുന്നത് എത്രയാണ്? A dot B cap. എന്താണ് B cap? വെക്ടർ B by mod B. ഓക്കെ, അതുകൊണ്ടാണ് 1 by mod B ടൈംസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് AB എന്ന് പറയുന്നത്. ഒരു വെക്ടറിന് അടുത്ത വെക്ടറിലുള്ള പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കണം? AB cos θ എന്ന് കിട്ടണം. ആദ്യത്തെ എ ബി എന്ന് പറയുന്ന വെക്ടർ തന്നെയാണ്. കോസ് തീറ്റ എന്ന് പറയുന്നത് എ ഡോട്ട് ബി ബൈ മോഡ് എ മോഡ് ബി ആണ്. മോഡ് എ മോഡ് ബിയും കൂടെ കട്ട് ചെയ്തു. അതുകൊണ്ടാണ് വെക്ടർ എ ടൈംസ് ഡോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നത്? പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ എലോങ് അനദർ വെക്ടർ ബി എന്ന് പറയുന്നത് എത്രയാണ്? എലോങ് അനദർ വെക്ടർ ബി എ ഡോട്ട് ബി ക്യാപ് എന്ന് പറയുന്നത്. ബി ക്യാപ് ശ്രദ്ധിച്ചോണം, ഇത് എത്രയാണ്? ബി ക്യാപ്. ബി ക്യാപ് എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റ് വെക്ടർ ആണ്. തീറ്റ 0 then the projection of AB will be AB itself. പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? മൈനസ് ബി എ. കാരണം നമുക്ക് രണ്ട് വെക്ടർ തന്നിട്ടുണ്ട്. ആ രണ്ട് വെക്ടറിന്റെ ആംഗിൾ ഇല്ല. ഇങ്ങനെ ഒരു വെക്ടർ എ ബി തന്നിട്ടുണ്ട്. നമുക്ക് എല്ലിന് എലോങ് ഉള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. തീറ്റ 0 എന്ന് പറഞ്ഞാൽ എന്താണ്? തീറ്റ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എ ബി എല്ലിന് എലോങ് തന്നെയാണ്. പ്രൊജക്ഷൻ എ ബി തന്നെയാണ്. തീറ്റ പൈ ആണെങ്കിൽ ഇതിന്റെ മീനിങ് എന്താണ്? ഈ ആംഗിൾ ഇല്ല. ആ ആംഗിളിന് വരെ ഏതാണ്? ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ്. അതിന് വരെ നമുക്ക് എന്തെന്ന് എഴുതാം? ബി എ എന്ന് പറയാം. അടുത്ത തീറ്റയുടെ വാല്യൂ പൈ ബൈ 2 3 പൈ ബൈ 2. പ്രൊജക്ഷൻ എന്ന് പറയുന്നത് 0. കാരണം എന്തുകൊണ്ടാണ്? വെർട്ടിക്കലി 90 ഡിഗ്രി ഉള്ളതിന് ഹൊറിസോണ്ടലിൽ ഒരു കമ്പോണന്റ് ഇല്ല. തീറ്റ പൈ ബൈ 2 അല്ല, തീറ്റ 3 പൈ ബൈ 2 ആണ്. പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. ഓക്കെ, അപ്പോൾ തന്നെ ആൽഫ ബീറ്റ ഗാമ ആർ ഡയറക്ഷൻ ആംഗിൾ നമ്മൾ പറഞ്ഞിരിക്കുന്നതാണ്. വെക്ടറെ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ബൈ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ, അല്ലെങ്കിൽ A2 ബൈ കോസ് ബീറ്റ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ, A3 by absolute value of A. എന്താണ് ഇവിടെ absolute value of A? Root of A1 square A2 square plus A3 square. ഇവിടെ absolute value of A എന്ന് പറയുന്നത് root of A1 square plus A2 square plus എത്രയാണ്? A3 square. If alpha, beta, gamma are the direction angles of vector A equal to A1i plus A2j plus A3k, direction cosine cos alpha, vector A by absolute value of A, A2 by absolute value of A, A3 by absolute value of A. Okay, അതാണ് എന്തെന്ന് പറയുന്നത്? ഡയറക്ഷൻ കൊസൈൻ. അപ്പം കോസ് ആൽഫ A1 by absolute value of A, കോസ് ബീറ്റ A2 by absolute value of A, magnitude of A, കോസ് ഗാമ A3 by absolute value of A. അതുപോലെ തന്നെ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ടൈംസ് കോസ് ആൽഫ, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ടൈംസ് കോസ് ബീറ്റ, അബ്സല്യൂട്ട് വാല്യൂ ടൈംസ് കോസ് ഗാമ എന്തായിരിക്കും? പ്രൊജക്ഷൻ ഓഫ് എ അലോങ് OX OY കമ്പോണന്റ് എന്ന് പറയും. ഓക്കെ, സ്കെയിലർ കമ്പോണന്റ് A1 A2 A3. അപ്പം അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ മാഗ്നിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ടൈംസ് കോസ് ആൽഫ എന്ന് പറഞ്ഞ എക്സ് ആക്സിസിൽ എന്തായിരിക്കും? കമ്പോണന്റ് ആയിരിക്കും. ശ്രദ്ധിക്കേണ്ട ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? A1 square
A2 square plus A3 square. So magnitude of time cos alpha എന്ന് പറയുന്നത് എന്തായിരിക്കും OX. Magnitude of time cos beta OY. Magnitude of time cos gamma OZ. Scalar component A1, A2, A3 of vector A. Precisely the projection of A along x-axis, y-axis, z-axis. If A is a unit vector, നമുക്ക് എന്തെന്ന് എഴുതാം? Magnitude of A എത്രയാണ്? യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 1 കിട്ടും. കോസ് ആൽഫ ഐ കോസ് ബീറ്റ ടൈ, കാരണം എന്തുകൊണ്ടാണ് ഇവിടെ ഇത് 1 വരും, കോസ് ആൽഫ മാത്രം ഇതും 1 വരും, ഇതും 1 വരും. ഒരു 3 ഡയമെൻഷണൽ വെക്ടർ ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ ഒരു പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇത് A1, A2, A3 ഇതാണ് എന്തെന്ന് പറയുന്നത്. ഈ ഒരു ഡിസ്റ്റൻസ് ആണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ. ഓക്കെ, ഇത് എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് എന്തെന്ന് പറയുന്നത്? ആൽഫ. അതുകൊണ്ടാണ് കോസ് ആൽഫ നമുക്ക് ജിയോമെട്രി വെച്ച് പ്രൂവ് ചെയ്യാം. എന്തായിരിക്കും? എക്സിലെ കമ്പോണന്റ് ബൈ റേഡിയൽ ഡിസ്റ്റൻസ്. കാരണം ഓരോന്നിനും നമുക്ക് എന്ത് ചെയ്യാം? റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാം ഈസി ആയിട്ട്. 3 ഡയമെൻഷൻ ആണത്, ലേശം ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ വിഷ്വലൈസ് ചെയ്യുന്നതിന്. എന്തുകൊണ്ടാണ്? കോസ് ആൽഫ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അങ്ങനെയാണ് A1 ബൈ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ എന്ന് പറയുന്നത്. കോസ് ആൽഫ എന്ന് പറയുന്നത് എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഈ ഒരു ഇതായിരിക്കും എന്തെന്ന് പറയുന്നത് A1. ഓക്കെ,